നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, ചാല, കണ്ണൂർ. കണ്ണൂർ യൂണിവേഴ്സിറ്റി ചോദ്യപേപ്പർ ചോർച്ച പ്രതിഷേധവുമായി വിദ്യാർത്ഥി സംഘടനകൾ. KSU MSF മാർച്ചിൽ സംഘർഷം, ഉന്തും തള്ളും, നേതാക്കൾ അറസ്റ്റ്. വിപണി കീഴടക്കാൻ മയ്യിൽ ഗാബ റൈസ് പ്രോഡക്ട്സ്. ഏപ്രിൽ 22-ന് പ്രോഡക്റ്റ് ലോഞ്ച് നടക്കും. ജീവിതശൈലി രോഗങ്ങൾ തടയാൻ ഉത്തമമെന്ന് അധികൃതർ. ഇടനിലക്കാരില്ലാത്തതിനാൽ കുറഞ്ഞ വിലയ്ക്ക് ഉപഭോക്താക്കൾക്ക് ലഭ്യം. കണ്ണൂർ യൂണിവേഴ്സിറ്റിക്ക് രൂക്ഷ വിമർശനം. ചോദ്യപേപ്പർ ചോരുമെന്ന് വർഷങ്ങൾക്ക് മുമ്പേ പറഞ്ഞതായി കൗൺസിൽ അംഗം. അന്ന് പുച്ഛത്തോടെ തള്ളിയതായി ഷിനോ പി ജോസ്. വാർത്തകൾ വിശദമായി. ചോദ്യപേപ്പർ ചോർത്തിയെന്ന കണ്ണൂർ സർവകലാശാലയുടെ കണ്ടെത്തലിനെ തുടർന്ന് സർവകലാശാലയിൽ വിദ്യാർത്ഥി സംഘടനകളുടെ പ്രതിഷേധം. KSU MSF സംഘടനകളാണ് പ്രതിഷേധം നടത്തിയത്. ഉപരോധ സമരം സംഘർഷത്തിൽ കലാശിച്ചു. പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളും നടന്നു. നേതാക്കൾ ഉൾപ്പെടെയുള്ളവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. കാലത്ത് 10-15ഓടെ MSF ജില്ലാ ജനറൽ സെക്രട്ടറി KR റംഷാദ്, യൂനസ് പടന്നോട്ട്, ഷഹബാസ് തലശ്ശേരി, സൽമാൻ പുഴാതി, KV ഷൈൻ, ജവാദ് ധർമ്മടം, അജ്നാസ് പുല്ലൂപ്പി, നിജാസ് ചിറ്റാരിപ്പറമ്പ് തുടങ്ങി 10ഓളം പേരാണ് യൂണിവേഴ്സിറ്റിയിൽ ഉപരോധത്തിനെത്തിയത്. ഓഫീസിലേക്ക് ഇരച്ചു കയറാൻ ശ്രമിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. യൂണിവേഴ്സിറ്റി ഓഫീസ് കവാടത്തിന് മുന്നിൽ നടത്തിയ ഉപരോധ സമരം സംഘർഷത്തിലേക്ക് കലാശിച്ചു. ഉദ്ഘാടന പ്രസംഗത്തിന് ശേഷം സർവകലാശാല കവാടത്തിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ച പ്രവർത്തകരെ ടൌൺ ഇൻസ്പെക്ടർ ശ്രീജിത്ത് കൊടേരിയുടെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്ത് മാറ്റുകയായിരുന്നു. KSUവിന്റെ ഉപരോധ സമരം KSU ജില്ലാ പ്രസിഡന്റ് MC അതുൽ ഉദ്ഘാടനം ചെയ്തു. യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് അംഗം അഷിത് അശോകൻ അധ്യക്ഷനായി. ഈ ഗ്രീൻവുഡ് കോളേജ് കാസർഗോഡുള്ള ആ ക്യാമ്പസിനകത്തുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് അവിടുത്തെ പ്രിൻസിപ്പൽ അടക്കമുള്ള ആളുകൾ, മാനേജ്മെന്റിന്റെ ഔദ്യോഗികമായിട്ടുള്ള ആളുകളൊക്കെ തന്നെ നേതൃത്വം കൊടുത്തുകൊണ്ട് ചോദ്യപേപ്പർ ചോർത്തുവാൻ വേണ്ടിയിട്ട് കുട്ടികൾക്ക് വാട്സപ്പ് വഴി ചോദ്യങ്ങൾ അയച്ചു കൊടുക്കുകയാണ്. ആ ചോദ്യങ്ങൾ അയച്ചു കൊടുത്തുകൊണ്ട് ഈ പരീക്ഷയുടെ സുതാര്യതയൊക്കെ തന്നെ നശിപ്പിക്കുന്ന രീതിയിലേക്ക് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം നമ്മളൊക്കെ കാണുകയാണ്. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ VC ആയിരുന്ന ഗോപിനാഥ് ഉണ്ടായിരുന്ന സമയത്ത് ആരംഭിച്ച നമുക്കറിയാം, ആ സമയത്ത് തന്നെ KSU അടക്കമുള്ള സംഘടനകൾ കൃത്യമായി പറഞ്ഞിരുന്നു, ഈ നിലയിൽ ഇമെയിൽ അയച്ചുകൊണ്ട് ചോദ്യപേപ്പർ കോളേജിൽ നിന്നും ഫോട്ടോസ്റ്റാറ്റ് പ്രിന്റ് എടുക്കുന്ന നിലയിലേക്ക് കൊണ്ടുപോകുന്ന സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ചോദ്യപേപ്പർ ചോരുന്ന സാഹചര്യം ഉണ്ടാകും, അതിന്റെ സുതാര്യത നഷ്ടപ്പെടും എന്നുള്ളത് അന്ന് മുതലേ KSU അടക്കമുള്ള വിദ്യാർത്ഥി സംഘടനകൾ പങ്കുവെച്ച ആശങ്കകളായിരുന്നു. പക്ഷേ അതൊക്കെ കാറ്റിൽ പകർത്തിക്കൊണ്ട്, അതൊക്കെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയിട്ടുള്ള യൂണിവേഴ്സിറ്റി നടപടിയുടെ ഭാഗമാണ്, അതിന്റെ പരിണിത ഫലമാണ് ഇന്ന് ഈ നിലയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ജില്ലാ വൈസ് പ്രസിഡന്റ് അർജുൻ കോറം സ്വാഗതം പറഞ്ഞു. വൈഷ്ണവ് ധർമ്മടം, അർജുൻ ചാലാട്, കാവ്യ K തീർത്ഥ, കുറ്റ്യാട്ടൂർ, അനഘ കല്യാശ്ശേരി തുടങ്ങിയവർ പ്രതിഷേധ സമരത്തിന് നേതൃത്വം നൽകി. സിറ്റി ന്യൂസ്, കണ്ണൂർ. കിഴുത്തള്ളി എവർഷൈൻ സ്പോർട്സ് ക്ലബിന്റെയും നെഹ്റു യുവകേന്ദ്രയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സ്വർണ്ണക്കപ്പ് സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് കണ്ണൂർ SN കോളേജ് ഗ്രൗണ്ടിൽ നാളെ വൈകുന്നേരം തുടങ്ങും. അങ്കറ FC കണ്ണൂരും ഏച്ചൂർ സ്പോർട്ടിംഗ് ഏച്ചൂരും തമ്മിലുള്ള ഉദ്ഘാടന മത്സരം SN കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ KP പ്രശാന്ത് നിർവഹിക്കും. 40-ലധികം വർഷമായി SN കോളേജ് പരിസരത്ത് സാമൂഹിക സാംസ്കാരിക കായിക രംഗത്ത് നിറസാന്നിധ്യമാണ് എവർഷൈൻ സ്പോർട്സ് ക്ലബ്ബ്. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാവരുടെയും കൂട്ടായ്മയിലാണ് ഈ ക്ലബ്ബ് തുടങ്ങിയത്. നിരവധി സാമൂഹിക പ്രവർത്തനങ്ങൾ ക്ലബ്ബ് ഏറ്റെടുത്ത് നടത്തിയിട്ടുണ്ട്. ശുചീകരണം, റോഡ് നിർമ്മാണം, ബോധവൽക്കരണം തുടങ്ങി നിരവധി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ സാധിച്ചു. എവർഷൈൻ ക്ലബിന്റെ ശ്രദ്ധേയമായ മറ്റൊരു പ്രവർത്തനമാണ് സ്വർണ്ണക്കപ്പ് സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ്. 1992 തുടങ്ങിയ ടൂർണമെന്റ് 3 വർഷം ചില സാങ്കേതിക കാരണങ്ങളാൽ നടത്താൻ കഴിയാതെ വന്നിരുന്നു. കഴിഞ്ഞ 28 വർഷവും മികച്ച രീതിയിൽ നടത്താൻ സാധിച്ചിട്ടുണ്ട്. കണ്ണൂർ ജില്ലയിലെ ഏറ്റവും മികച്ച സെവൻസ് ടൂർണമെന്റുകളിൽ ഒന്നാവാൻ ടൂർണമെന്റിന് സാധിച്ചിട്ടുണ്ട്. നിരവധി കേരള താരങ്ങൾ, ഇന്ത്യൻ താരങ്ങൾ, വിദേശ താരങ്ങൾ വരെ ടൂർണമെന്റിൽ കളിച്ചു. വലിയ ജനക്കൂട്ടത്തെ ടൂർണമെന്റിലേക്ക് ആകർഷിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നതും ഒരു വിജയമാണ്. ഈ ക്ലബിന്റെ ഭാരവാഹികൾ
ഇപ്പോൾ നമ്മോടൊപ്പം ഉണ്ട്. അവർ തന്നെ മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയും. ക്ലബിൻ്റെ നേതൃത്വത്തിൽ വളരെ പ്രധാനമായിട്ടും നമ്മൾ നടത്തുന്ന ഒരു കാര്യമാണ് ക്ലബിൻ്റെ സെവൻസ് ബോട്ട് ടൂർണമെൻറ്റ്. അതോടൊപ്പം തന്നെ ക്ലബ് ഏറ്റെടുത്ത് നടത്തിയ ഏറ്റവും മികച്ചൊരു പ്രധാനപ്പെട്ട പ്രവർത്തനമായി നമ്മൾ കാണുന്നത് കാർഗിൽ ജവാന്മാരുടെ ധീരസ്മരണക്കായിട്ട് നമ്മൾ നിർമ്മിച്ച കാർഗിൽ സ്മാരക സ്തൂപമാണ്. ഇത്തരം പ്രവർത്തനങ്ങളെല്ലാം ക്ലബ് ഏറ്റെടുത്ത് നടക്കുന്നത് ക്ലബ് മെമ്പർമാരുടെയും അതുപോലെ തന്നെ നാട്ടുകാരുടെയും ഈ പ്രദേശത്തുള്ള മുഴുവൻ ആളുകളുടെയും കൂട്ടായ സഹകരണത്തോടു കൂടിയാണ് ഈ പ്രവർത്തനങ്ങളെല്ലാം ക്ലബ്ബ് ഏറ്റെടുത്ത് വിജയിപ്പിച്ചിട്ട് മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ 40-ലധികം വർഷമായിട്ട് ഈ പ്രദേശത്തുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും സജീവ സാന്നിധ്യമായിട്ട് ക്ലബ്ബ് മുന്നോട്ട് പോവുകയാണ്. യാതൊരു രാഷ്ട്രീയ ഭേദമന്യേ, അതായത് എല്ലാ രാഷ്ട്രീയ പ്രവർത്തകരും അതുപോലെ തന്നെ ജാതിമത ഭേദമന്യേ ഈ നാട്ടിലുള്ള മുഴുവൻ യുവാക്കളുടെയും ഒരു കൂട്ടായ്മയുടെ ഭാഗമായിട്ടാണ് ക്ലബ്ബ് മുന്നോട്ട് പോകുന്നത്. ക്ലബ്ബിൽ യാതൊരുവിധ മതങ്ങൾക്കോ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിനോ യാതൊരു പ്രാധാന്യം ക്ലബ്ബിനില്ല. എല്ലാവരെയും യോജിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ക്ലബ്ബ് ശ്രദ്ധിച്ചിട്ടുണ്ട്. അതുതന്നെയാണ് ക്ലബിൻ്റെ പ്രവർത്തനത്തിലുള്ള വിജയമായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി നമുക്ക് കരുത്തേൽക്കുന്നത്. ക്ലബ്ബ് ഏകദേശം 30 വർഷമായിട്ട് ഫുട്ബോൾ രംഗത്ത് സെവൻസ് ബോട്ട് ടൂർണമെൻറ്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനു മുമ്പ് തന്നെ ഈ നാട്ടിലുള്ള പ്രധാനപ്പെട്ട എല്ലാ ടൂർണമെൻറ്റിലും ക്ലബ്ബുമായി ബന്ധപ്പെട്ട സജീവമായിട്ട് ക്ലബിൻ്റെ ടീം പങ്കെടുത്തിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട എല്ലാ ടൂർണമെൻറ്റിലും വലിയ വിജയങ്ങൾ കരസ്ഥമാക്കിയിട്ടുണ്ട്. പിന്നീടാണ് നമ്മൾ സ്വന്തമായിട്ട് ഒരു ക്ലബ് സെവൻസ് ബോട്ട് ടൂർണമെൻറ്റ് നടത്തണമെന്നുള്ള ആഗ്രഹത്തോട് വിട്ട് മുന്നോട്ട് വന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ 1992 ക്ലബിൻ്റെ നേതൃത്വത്തിൽ SM കോളേജ് ഗ്രൗണ്ടിൽ ഒരു സ്വർണ്ണക്കപ്പ് സെവൻസ് ബോട്ട് ടൂർണമെൻറ്റ് ആരംഭിച്ചത്. അങ്ങനെ ആരംഭിച്ചപ്പോൾ നമുക്ക് ചെറിയ ആശങ്കയിലുണ്ടായിരുന്നു ഇത് വിജയിപ്പിക്കാൻ സാധിക്കുമെന്ന്, എത്രമാത്രം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്ന്. പക്ഷേ ഈ നാട്ടിലെ മുഴുവൻ ആളുകളുടെയും സഹകരണത്തോട് കൂടിയിട്ട് നാട്ടിലുള്ള മുഴുവൻ ആളുകളുടെയും ചേർന്നുള്ളൊരു സംഘാടന സമിതി രൂപീകരിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോയപ്പോൾ യാതൊരു പ്രയാസവുമില്ലാതെ കഴിഞ്ഞ വർഷങ്ങളെല്ലാം നമുക്ക് ടൂർണമെൻറ്റ് വിജയിപ്പിക്കാൻ സാധിച്ചു. ഒരു 3 വർഷം കൊറോണ കൊണ്ടും SM കോളേജിൻ്റെ ഗ്രൗണ്ടിന് ചില പണികൾ നടക്കുന്നത് കൊണ്ടും ഒരു 3 വർഷം നമുക്ക് ടൂർണമെൻറ്റ് നടത്താൻ സാധിച്ചിട്ടില്ല എന്നൊഴിച്ചാൽ ബാക്കി 28 വർഷവും വളരെ വിജയപ്രദമായിട്ട് ടൂർണമെൻറ്റ് നടത്തി. ഈ വർഷം 29ാമത്തെ വർഷമാണ്. ഈ വർഷത്തിൽ പ്രത്യേകതയുള്ളത്, ഈ വർഷം ടൂർണമെൻറ്റ് പതിവിന് വിരുദ്ധമായിട്ട് ഫെഡ്ലൈറ്റിലാണ് ടൂർണമെൻറ്റ് നടത്തുന്നത്. ടിക്കറ്റ് ഒന്നുമില്ലാതെ സൗജന്യമായാണ് ടൂർണമെന്റ് നടത്തുന്നത്. കൂപ്പൺ വഴിയും സ്പോൺസർഷിപ്പ് വഴിയും നാട്ടുകാരുടെ സഹകരണത്തോടെയാണ് ടൂർണമെന്റ് വിജയിപ്പിക്കാൻ സാധിക്കുന്നത്. ഈ വർഷം ടൂർണമെന്റ് നടത്തുന്നത് ഫ്ലഡ് ലൈറ്റിൽ ആണെന്ന പ്രത്യേകതയുമുണ്ട്. എല്ലാ ദിവസവും രാത്രി 7:30 കളി തുടങ്ങും. ഈ ടൂർണമെന്റ് എന്ന് പറഞ്ഞാൽ കണ്ണൂർ ജില്ലയിൽ തന്നെ ഏറ്റവും മികച്ച രീതിയിലാണ് ടൂർണമെന്റ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ നേരത്തെ പറഞ്ഞതുപോലെ ഈ പ്രദേശത്തെ എല്ലാ വികസന കാര്യങ്ങളിലും സാമൂഹിക സാംസ്കാരിക മേഖലയിലും ഏറ്റവും മികച്ച തരത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ക്ലബ്ബാണ് എവർഷൈൻ. അതുപോലെ തന്നെ നമ്മുടെ ടൂർണമെൻറ്റ് കണ്ണൂർ ജില്ലയിലെ പ്രമുഖരായ ടീമുകളാണ് ഈ ടൂർണമെൻറ്റിൽ പങ്കെടുക്കുന്നത്. ജില്ലയിലെ തന്നെ എല്ലാ സ്ഥലത്തിലുള്ള ആൾക്കാരാണ് ഈ കളി വീക്ഷിക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേരാറ്. ചെയർമാനായി PK സജേഷ് കുമാറും V കൃഷ്ണൻ, KP ജഗത്ത്, റോജേഷ് വൈസ് ചെയർമാൻ, TK പ്രദീപൻ മാസ്റ്റർ കൺവീനർ, മനോജ് K ട്രഷറർ എന്നിവർ അടങ്ങുന്ന കമ്മിറ്റിയാണ് ടൂർണമെന്റിന് നേതൃത്വം നൽകുന്നത്. ഇനി വരുന്ന 15 നാൾ ഇവിടെ ഫുട്ബോൾ മാമാങ്കമാണ്. എന്തായാലും എവർഷൈൻ ക്ലബിന് സർവ്വഭാവങ്ങളും നേരുന്നു. രഞ്ജിത്തിനൊപ്പം ജയദേവൻ, സിറ്റി ന്യൂസ്, കണ്ണൂർ. നൂറ്റാണ്ടുകളായി പരസ്പര ബന്ധത്തിലൂടെ രൂപപ്പെട്ട കേരളത്തിന്റെ മതസൗഹാർദ്ദം തകർക്കാൻ ആരെയും അനുവദിക്കരുതെന്നും സാമുദായിക സൗഹാർദ്ദം ഉറപ്പുവരുത്തണമെന്നും പാനൂർ ഏരിയ മുജാഹിദ് സമ്മേളനം അഭിപ്രായപ്പെട്ടു. വഖഫ് മുനമ്പം പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിക്കുന്നതിന് പകരം സാമുദായിക ധ്രുവീകരണമാണ് പലരും ആഗ്രഹിക്കുന്നത്. ഇതിനെതിരെ സമൂഹം ജാഗ്രത പാലിക്കണമെന്ന് സമ്മേളനം അഭ്യർത്ഥിച്ചു. KNM സംസ്ഥാന വൈസ് പ്രസിഡന്റ് PK ഇബ്രാഹിം ഹാജി ഉദ്ഘാടനം ചെയ്തു. ഇതിനെ കൊണ്ടൊക്കെ ഉള്ള ഒരൊറ്റ ലക്ഷ്യം എന്താ? അമ്മമാരോട് ചോദിക്കട്ടെ, നടത്തുന്ന വാപ്പാരോട് ചോദിക്കട്ടെ, ഇതുകൊണ്ടുള്ള ഒരൊറ്റ ലക്ഷ്യം എന്താ? ഒന്ന് മാത്രം, സ്റ്റാറ്റസ് ഇടണം. അതല്ലല്ലോ, സ്റ്റാറ്റസ് ഇടണം ഫേസ്ബുക്കിലും അല്ലെങ്കിൽ വാട്സപ്പിലും. ഇതല്ലാത്ത എന്തെങ്കിലും ഒരു നേട്ടം ആ കാര്യം കൊണ്ടൊന്നും ചൂണ്ടിക്കാണിച്ചിരിങ്ങൾ. ബർത്ത്ഡേ ആഘോഷിച്ചപ്പോൾ മുസ്ലിം ഉമ്മത്തിലെ പണ്ഡിതന്മാർ പറഞ്ഞു പാടില്ല. എന്തുകൊണ്ട് പാടില്ല? ആഘോഷിക്കാൻ പുതിയ പുതിയ കാരണങ്ങൾ തേടുമ്പോ പിന്നീട് നമുക്കത് നിയന്ത്രിക്കാൻ പറ്റാതാകും. ആഘോഷങ്ങൾ വഴിമാറിപ്പോകും. അന്ന് ചില ഉമ്മാര് പറഞ്ഞു മുട്ടായി കൊടുക്കല, നിങ്ങൾക്ക് പ്രശ്നം. മദ്രസയിൽ ഒരു ബർത്ത്ഡേന്റെ മുട്ടായി കൊടുക്കുന്നതാ പ്രശ്നം. അവിടെ തീർന്നോ? പിന്നീട് മുട്ടായി കൊടുക്കൽ ഭക്ഷണം കൊടുക്കലായി, കേക്ക് മുറിയായി. പിന്നീട് അത് ഫേസ്ബുക്കിലും വാട്സപ്പിലും പ്രചരിപ്പിക്കുന്ന രീതിയിലായി, പൂത്തിരി കത്തിക്കലായി, കേക്ക് മുറിയായി. അവിടെ തീർന്നോ? ഇന്ന് ഇക്കഴിഞ്ഞ ദിവസം ഒരു മാതാവ് പറഞ്ഞു, മോന് വന്നിട്ട് പറഞ്ഞു, 5000 രൂപ വേണം. എന്തിനാ? എന്റെ ബർത്ത്ഡേ ആഘോഷിക്കാൻ.
കഴിഞ്ഞ 4 കൊല്ലം ആഘോഷിച്ച മോൻ ഇക്കൊല്ലം ഉമ്മാനോട് പറഞ്ഞു എനിക്ക് കൊല്ലം 5000 തരണം, ഫ്രണ്ട്സിന് ചെലവ് കൊടുക്കണം. നട്ടപ്പാതിലെ 2 മണിക്കൂർ നടക്കാവ് പോലീസ് സ്റ്റേഷനിൽ ഒരു വിളി. മോനും കൂട്ടുകാരും ബീച്ചിന്റെ സൈഡില് കാണാൻ പാടില്ലാത്ത കോലത്ത് കണ്ടിട്ടുണ്ട്, വാപ്പനെയും കുട്ടി വന്ന് കൂട്ടിക്കൊണ്ടുപോയിക്കോളൂ എന്ന്. നിയന്ത്രിക്കാൻ പറ്റൂല. ഉലമാക്കള് അല്ലെങ്കിൽ പണ്ഡിതന്മാര് കാര്യത്തെ പറ്റി വിശദീകരിക്കുന്നത് അത് സമൂഹത്തിലുള്ള ആൾക്കാരുടെ ആസ്വാദനം തടയാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് നാളെ നിയന്ത്രിക്കാൻ പറ്റാത്ത കോലത്തിലേക്ക് അത് എത്തുന്നുള്ളത് കൊണ്ടാണ്. എത്തിയില്ലേ? മണ്ഡലം പ്രസിഡന്റ് അബു പാറാട് അധ്യക്ഷത വഹിച്ചു. സ്വാഗത സംഘം ജനറൽ കൺവീനർ ടി അഷ്റഫ് മാസ്റ്റർ ആമുഖ ഭാഷണം നടത്തി. ജില്ലാ മണ്ഡലം നേതാക്കളായ ഇസ്ഹാഖലി കല്ലിക്കണ്ടി, യാക്കൂബ് എലാങ്കോട്, ഇ അലി ഹാജി, ഉനൈസ് പാപ്പിനിശ്ശേരി, എൻ കെ അഹമ്മദ് മദനി, വി മുഹമ്മദ് ഷരീഫ് മാസ്റ്റർ, കബീർ കരിയാട്, ഷംസീർ കൈതേരി, എം പി അബ്ദുള്ള മാസ്റ്റർ, അബ്ദുൽസലാം മൗലവി പാറാട്, കെ കെ അബ്ദുള്ള, എ സി അസ്സു തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. അൻസാർ നന്മണ്ട, സാബിക് പുല്ലൂർ തുടങ്ങിയവർ മുഖ്യപ്രഭാഷണം നടത്തി. നോർത്ത് മലബാർ ചേംബർ ഓഫ് കൊമേഴ്സ് 3ാമത് സെവൻസ് സ്വർണ്ണക്കപ്പ് ഫുട്ബോൾ ടൂർണമെന്റ് ഏപ്രിൽ 21 മുതൽ 28 വരെ നടക്കുമെന്ന് പ്രസിഡന്റ് ടി കെ രമേഷ് കുമാർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 21 വൈകിട്ട് 6 മണിക്ക് കണ്ണൂർ പോലീസ് ടർഫ് ഗ്രൗണ്ടിൽ സിറ്റി പോലീസ് കമ്മീഷണർ പി നിതിൻ രാജ് ഉദ്ഘാടനം ചെയ്യും. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിനോയ് കുര്യൻ, നിക്ഷാൻ ഇലക്ട്രോണിക്സ് എം ഡി എം വി മൊയ്തു, മുൻ സന്തോഷ് ട്രോഫി താരം ബിനീഷ് കിരൺ എന്നിവർ മുഖ്യാതിഥികളാവും. ഉദ്ഘാടന മത്സരത്തിൽ നിക്ഷാൻ ഇലക്ട്രോണിക്സ് കണ്ണൂരും ABC സെയിൽസ് കോർപ്പറേഷൻ കണ്ണൂരും തമ്മിൽ ഏറ്റുമുട്ടും. തുടർന്നുള്ള മത്സരങ്ങളിൽ കോളേജ് ഓഫ് കോമേഴ്സ്, മരിയ ഗ്രൂപ്പ്, ടോപ്പ് കൺസ്ട്രക്ഷൻ ഇരിട്ടി, ഡയമണ്ട് പെയിന്റ്സ്, മലബാർ ഗോൾഡ്, KL അബ്ദുൾ സത്താർ തുടങ്ങിയ ടീമുകൾ പങ്കെടുക്കും. വിദേശ കളിക്കാരുൾപ്പെടെയുള്ളവർ ടീമിൽ പങ്കെടുക്കും. ഈ വരുന്ന 21-ാം തീയതി പോലി ടർഫിൽ വെച്ച് 21 മുതൽ 28 വരെയാണ് 8 ദിവസം പോലീസ് ടർഫിൽ വെച്ച് കണ്ണൂർ കമ്മീഷണർ ശ്രീ നിതിൻ രാജ് നമ്മളെ ചേംബർ ഗോൾഡ് കപ്പിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നതാണ്. അത് മത്സരിക്കുന്നത് ചേംബറിലെ മെമ്പേഴ്സ് തമ്മിലാണ്. മെമ്പേഴ്സാണ് ടീമുകളെ ഇറക്കുന്നത്. ഏകദേശം 8ഓളം ടീമുകൾ ഈ പ്രാവശ്യം മത്സരത്തിനുണ്ട്. അതുപോലെ തന്നെ മെമ്പർമാരിൽ തമ്മിൽ ബന്ധം ഊട്ടിയുറപ്പിക്കാൻ വേണ്ടിയാണ് ഇതുപോലുള്ള മത്സരങ്ങളും ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചേംബർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് 3ാമത്തെ എഡിഷനാണ്. കഴിഞ്ഞ 2023 ഞങ്ങൾ തുടക്കം കുറിച്ചത്. 23, 2024, 25ാമത്തെ പ്രോഗ്രാമാണ് ഏപ്രിൽ മാസം 21 മുതൽ നടക്കാൻ പോകുന്നത്. സംഘാടകരായ കെ നാരായണൻകുട്ടി, ദിനേശ് ആലിങ്ങൽ, ഹനീഷ് കെ വാണിയങ്കണ്ടി, കെ അജിത് കുമാർ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. ഇടവേളക്കുമ്പേ പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, ചാല, കണ്ണൂർ. കണ്ണൂർ യൂണിവേഴ്സിറ്റി ചോദ്യപേപ്പർ ചോർച്ച പ്രതിഷേധവുമായി വിദ്യാർത്ഥി സംഘടനകൾ. KSU MSF മാർച്ചിൽ സംഘർഷം, ഉന്തും തള്ളും, നേതാക്കൾ അറസ്റ്റ്. വിപണി കീഴടക്കാൻ മയ്യിൽ ഗാബ റൈസ് പ്രോഡക്ട്സ്. ഏപ്രിൽ 22-ന് പ്രോഡക്റ്റ് ലോഞ്ച് നടക്കും. ജീവിതശൈലി രോഗങ്ങൾ തടയാൻ ഉത്തമമെന്ന് അധികൃതർ. ഇടനിലക്കാരില്ലാത്തതിനാൽ കുറഞ്ഞ വിലയ്ക്ക് ഉപഭോക്താക്കൾക്ക് ലഭ്യം. കണ്ണൂർ യൂണിവേഴ്സിറ്റിക്ക് രൂക്ഷ വിമർശനം. ചോദ്യപേപ്പർ ചോരുമെന്ന് വർഷങ്ങൾക്ക് മുമ്പേ പറഞ്ഞതായി കൗൺസിൽ അംഗം. അന്ന് പുച്ഛത്തോടെ തള്ളിയതായി ഷിനോ പി ജോസ്.
Kottakkal Maharani Jewellers, Bank Road, Kannur, AVK Nair Road, Talasheri, MO Road, Thrissur. വാർത്തകൾ തുടരുന്നു. മയിൽ റൈസ് പ്രൊഡ്യൂസർ കമ്പനി ഗാബ റൈസ് പ്രോഡക്റ്റ് വിപണിയിലേക്ക്. മയിൽ റൈസ് പ്രൊഡ്യൂസർ കമ്പനി ലിമിറ്റഡ് നബാർഡ് ധനസഹായത്തോടെ KAU, KVK എന്നിവയുടെ സഹകരണത്തോടെ വികസിപ്പിച്ച ഔഷധ മൂല്യമുള്ള ഗാബ റൈസ് പ്രോഡക്റ്റ് ലോഞ്ചിങ്ങും വിപുലീകരിച്ച കണ്ണൂർ കേരള ഗ്രോ വിപണന കേന്ദ്രം ഉദ്ഘാടനവും ഏപ്രിൽ 22 നടക്കും. ജില്ലാ പഞ്ചായത്ത് ഹാളിൽ നടക്കുന്ന ചടങ്ങ് മന്ത്രി P. രാജീവ് ഉദ്ഘാടനം ചെയ്യുമെന്ന് കമ്പനി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഗാബ റൈസ് പ്രൊഡക്ട്സ് ജീവിതശൈലി രോഗങ്ങൾ തടയുകയും ആയുസ് വർദ്ധിപ്പിക്കുകയും ചെയ്യുമെന്ന് കമ്പനി ഭാരവാഹികൾ പറഞ്ഞു. 220 രൂപയുള്ള ഗാബ റൈസ് പ്രൊഡക്ട്സ് 150 രൂപയ്ക്കാണ് ആവശ്യക്കാർക്ക് കൊടുക്കുന്നത്. കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന ഭക്ഷ്യ ഉത്പന്നങ്ങൾ ഇടത്തട്ടുകാരില്ലാതെ സംസ്കരിച്ച് നേരിട്ട് വിപണിയിലെത്തിക്കുന്ന മയിൽ റൈസ് പ്രൊഡ്യൂസർ കമ്പനി ലിമിറ്റഡിന് സർക്കാർ എല്ലാവിധ സഹായവും നൽകി വരുന്നുണ്ടെന്ന് ചെയർമാൻ KK രാമചന്ദ്രൻ പറഞ്ഞു. കാരണം വിഷരഹിതമായ ഒരു ഭക്ഷണം എന്നുള്ളൊരു ശീലം ഇന്ന് കേരളത്തിലെ ജനങ്ങളുടെ അത്യാവശ്യമായി മാറിയിരിക്കുകയാണ്. അപ്പോൾ അത്തരത്തിലുള്ള പ്രോഡക്റ്റുകളാണ് ഞങ്ങൾ പുറത്തിറക്കിക്കൊണ്ടിരിക്കുന്നത്. അത് കൃത്യമായി നമുക്ക് ജനങ്ങളിൽ എത്തിക്കാനുള്ളൊരു പ്രചരണ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമുണ്ട്. അതിൻ്റെ ഭാഗമായി തന്നെ പുതിയ ഷോറൂമിൻ്റെ ഒരു ഉദ്ഘാടനവും പിന്നെ ഞങ്ങൾ വികസിപ്പിച്ചെടുത്തിട്ടുള്ളൊരു ഗാബ റൈസ് എന്ന് പറയുന്ന ഒരു അരിയുണ്ട്. അപ്പോൾ അത് ഇന്ന് വിദേശ രാജ്യങ്ങളിലൊക്കെ ഏറ്റവും വലിയ ഒരു ഉൽപ്പന്നമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ജപ്പാൻ, കൊറിയ തുടങ്ങിയ രാജ്യങ്ങളൊക്കെ അവിടുത്തെ ജീവിതശൈലി രോഗങ്ങളെ ചെറുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരു ഭക്ഷണക്രമം എന്നുള്ള നിലയിലാണ് ഈ ഗാബ റൈസിനെ കാണുന്നത്. ഗാബ റൈസ് എന്ന് പറഞ്ഞാൽ ജർമിനേറ്റഡ് റൈസാണ്. അപ്പോൾ അതിൽ പിന്നെ നമ്മുടെ ഈ ഗാബ കണ്ടൻറ്റ് എന്ന് പറയുന്നത് അതൊക്കെ പരിശോധിച്ചിട്ടുള്ള അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞങ്ങളെ കയ്യിലുണ്ട്. അപ്പോൾ അത്തരം ഒരു അരിയും കൂടി ഞങ്ങൾ ലോഞ്ച് ചെയ്യുന്നുണ്ട്. അത് നബാർഡ്, കൃഷിവകുപ്പ്, KVK തുടങ്ങിയ അല്ലെങ്കിൽ പിന്നെ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി തുടങ്ങിയ ഇവരുടെയൊക്കെ സഹായത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ കമ്പനി മുമ്പോട്ട് പോകുന്നത്. വാർത്താ സമ്മേളനത്തിൽ മാനേജിംഗ് ഡയറക്ടർ KK ഭാസ്കരൻ, U. രവീന്ദ്രൻ, VP ബാബു എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. ചോദ്യപേപ്പർ ചോർച്ച. കണ്ണൂർ സർവകലാശാലയ്ക്കെതിരെ ആരോപണവുമായി കൗൺസിൽ അംഗം ഷിനോ P. ജോസ്. ചോദ്യപേപ്പർ ഇമെയിൽ അയക്കുന്ന രീതി ചോദ്യപേപ്പർ ചോരുന്നതിന് വഴിയൊരുക്കുമെന്നും ഇത് പിൻവലിക്കണമെന്നും നേരത്തെ സർവകലാശാലയോട് ആവശ്യപ്പെട്ടെങ്കിലും പുച്ഛിച്ച് തള്ളുകയാണ് ഉണ്ടായതെന്ന് കണ്ണൂർ സർവകലാശാല അക്കാദമിക് കൗൺസിൽ അംഗം ഷിനോ P. ജോസ് പറഞ്ഞു. ചോദ്യപേപ്പർ ഇമെയിലായി അയക്കുന്നത് പിൻവലിക്കണമെന്ന് 2023 നടന്ന കണ്ണൂർ സർവകലാശാല അക്കാദമിക് കൗൺസിൽ പ്രമേയം അവതരിപ്പിച്ചിരുന്നതായും ഷിനോ പറഞ്ഞു. ചോദ്യപേപ്പർ ഇമെയിലായി അയക്കുന്ന സമ്പ്രദായം കേരളത്തിൽ ആദ്യമായി നടപ്പിലാക്കിയവരാണ് KTUവും കണ്ണൂർ സർവകലാശാലയും. അതിനു മുമ്പ് സീൽ ചെയ്ത ചോദ്യപേപ്പർ സർവകലാശാല വാഹനത്തിൽ സുരക്ഷിതമായി കോളേജുകളിലെത്തിച്ച് അധ്യാപകരുടെ സാന്നിധ്യത്തിൽ തുറക്കുന്നതായിരുന്നു രീതി. ഇത് വളരെ സുരക്ഷിതമായിരുന്നു. എന്നാൽ 2023 ഈ സംവിധാനം മാറ്റി പരീക്ഷയ്ക്ക് 2.5 മണിക്കൂർ മുൻപ് പ്രിൻസിപ്പലിന്റെ മെയിൽ അഡ്രസ്സിലേക്ക് ചോദ്യപേപ്പർ അയക്കുന്ന സംവിധാനം വന്നു. ഇത് ചോദ്യപേപ്പർ ചോർച്ചയ്ക്ക് സാധ്യത വർദ്ധിക്കുന്നുവെന്ന് എല്ലാവർക്കും മനസ്സിലാകും. അധ്യാപകരാരും ചോർത്തില്ല എന്ന വിശ്വാസത്തിന്റെ പുറത്ത് അങ്ങനെ ഇമെയിലിലൂടെ ചോദ്യപേപ്പർ അയച്ചു നൽകുന്നതിൽ എന്ത് കാര്യമാണുള്ളത്? അധ്യാപിക വ്യാജ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് 1 വർഷത്തോളം ജോലി ചെയ്തിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് കൗൺസിൽ യോഗത്തിൽ ചോദ്യപേപ്പർ മെയിലിൽ അയച്ചു കൊടുക്കുന്ന തീരുമാനം പിൻവലിക്കണമെന്നും വേണ്ടപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ചോദ്യപേപ്പർ മുൻകൂട്ടി നൽകി പരീക്ഷയുടെ വിശ്വാസ്യത തകർക്കാൻ ചില അധ്യാപകരെങ്കിലും ശ്രമിക്കുന്നുവെന്നും പ്രമേയം അവതരിപ്പിച്ചത്. മുൻകാലങ്ങളിൽ നടത്തിയതുപോലെ കോളേജുകളിൽ ചോദ്യപേപ്പർ എത്തിച്ച് മറ്റു കോളേജുകളിൽ നിന്നുള്ള നിരീക്ഷകരുടെ സാന്നിധ്യത്തിൽ ചോദ്യപേപ്പർ തുറക്കുന്ന രീതി പുനഃസ്ഥാപിക്കണമെന്നാണ് പ്രമേയത്തിൽ ആവശ്യപ്പെട്ടത്. എന്നാൽ ചർച്ച പോലുമില്ലാതെ പ്രമേയം തള്ളുകയായിരുന്നുവെന്ന് ഷിനോ P. ജോസ് പറഞ്ഞു. തികച്ചും നിരുത്തരവാദപരമായ ഒരു സമീപനത്തിൻ്റെ പരിണിത ഫലമാണ് ഇപ്പോൾ കണ്ണൂർ സർവകലാശാലയിൽ ഉണ്ടായിരിക്കുന്ന ചോദ്യപേപ്പർ ചോർച്ച എന്ന് പറയുന്നത്. 2023 ജൂലൈ മാസം നടന്ന കണ്ണൂർ സർവകലാശാല അക്കാഡമിക് കൗൺസിൽ മീറ്റിംഗിൽ ഈ വിഷയത്തിൽ 2.5 മണിക്കൂറും 2 മണിക്കൂർ മുമ്പും ഇമെയിലായിട്ട് ചോദ്യപേപ്പർ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഭാവിയിൽ ചോദ്യപേപ്പർ ചോരുവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ സംവിധാനത്തിൽ നിന്നും സർവകലാശാല പിന്മാറണമെന്ന് പറഞ്ഞുകൊണ്ട് അക്കാഡമിക് കൗൺസിലിൽ ഞാൻ അവതരിപ്പിച്ച പ്രമേയമുണ്ട്. ആ പ്രമേയം ഗോപിനാഥ് രവീന്ദ്രൻ അധ്യക്ഷനായിരുന്ന അക്കാഡമിക് കൗൺസിൽ യോഗം ആ പ്രമേയം പുച്ഛഭാവത്തോടുകൂടി നിരസിക്കുകയാണ് ഉണ്ടായത്. ഇന്ന് അതിനുശേഷം ഈ KTU, കണ്ണൂർ സർവകലാശാല ഇവരൊക്കെ ഈ ഇമെയിലായിട്ട് ചോദ്യപേപ്പർ അയക്കുന്ന സമ്പ്രദായം തുടങ്ങിയതിനു ശേഷം കേരളത്തിലുള്ള മുഴുവൻ സർവകലാശാലകളും ഈ സമ്പ്രദായത്തിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ ഒറ്റപ്പെട്ട ഒരു കോളേജിൽ നിന്ന് മാത്രമേ ചോദ്യപേപ്പർ ചോർന്നു എന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ സാധിക്കുകയില്ല. പല സ്ഥലത്തും ചോദ്യപേപ്പർ ചോർന്നിട്ടുണ്ടാകും. കാരണം ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ വിശ്വാസ്യതയാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്. സ്വാഭാവികമായിട്ടും കേരളത്തിലെ എല്ലാ സർവകലാശാലകളിൽ നിന്നും ഇപ്പോൾ ഇമെയിലായിട്ടാണ് ചോദ്യപേപ്പർ അയക്കുന്ന സാഹചര്യം ഉള്ളതുകൊണ്ട് വിശ്വാസ്യത തകർന്നു, ചോദ്യപേപ്പർ ചോർന്നുകൊണ്ടിരിക്കുന്ന വിവരങ്ങൾ പുറത്തു വരുന്ന സാഹചര്യത്തിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്ക്
തൻ്റെ ഉത്തരവാദിത്തത്തിൽ നിന്നും പിൻവാങ്ങുവാൻ സാധിക്കില്ല. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി തീർച്ചയായിട്ടും ഇതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയാണ് ചെയ്യേണ്ടത്. കണ്ണൂർ ജില്ലയിൽ യാത്രാ സേവന രംഗത്ത് പുതിയൊരു തുടക്കം. 3 പെരിയാർ TC കോംപ്ലക്സിൽ ഗ്ലോബീസ് ടൂർസ് ആൻഡ് ട്രാവൽസ് പ്രവർത്തനം ആരംഭിച്ചു. നിശ്ചയദാർഢ്യത്തോടെ തനിച്ച് എവറസ്റ്റ് കീഴടക്കിയ തളിപ്പറമ്പ് തൃച്ചംബര സ്വദേശിനി ശ്രീമതി ചെറുവീട്ടിൽ വാസന്തി ഉദ്ഘാടനം നിർവഹിച്ചു. 3 പെരിയാർ TC കോംപ്ലക്സിലെ ഗ്ലോബീസ് ടൂർസ് ആൻഡ് ട്രാവൽസിലെത്തിയാൽ ഹോളിഡേയ്സ് പാക്കേജുകൾ മുതൽ വിസ, എയർ ടിക്കറ്റിംഗ്, ട്രാവൽ ഇൻഷുറൻസ്, ഹജ്ജ്, ഉംറ, ഹോട്ടൽ ബുക്കിംഗുകൾ, പാസ്പോർട്ട് സേവനങ്ങൾ വരെ യാത്രാ സൗകര്യങ്ങൾക്ക് ഒറ്റയിടത്തിൽ. കളരിയെ അടുത്തറിയാൻ ഉത്തരാഖണ്ഡിൽ നിന്നും കരാട്ടെ ടീം അംഗങ്ങൾ ഏച്ചൂരിലെത്തി. ഏച്ചൂർ വിശ്വഭാരതി കളരി സംഘത്തിലാണ് 8 അംഗ ടീം സന്ദർശനം നടത്തിയത്. കളരിയുടെ മുന്നിൽ കരാട്ടെ ഒന്നുമല്ലെന്ന് ടീം ക്യാപ്റ്റൻ മയൂർ മിഷറ പറഞ്ഞു. ഉത്തരാഖണ്ഡ്, ഡെറാഡൂൺ, കോഷ്യൂൺ കരാട്ടെ ടീം അംഗങ്ങൾ കണ്ണൂരിൽ ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ട് എത്തിയപ്പോഴായിരുന്നു ഏച്ചൂർ വിശ്വഭാരതി കളരി സംഘത്തിനെ പറ്റി മനസ്സിലാക്കുകയും കളരിയെ കൂടുതൽ അടുത്തറിയാനുമുള്ള ആഗ്രഹം ടീമിന്റെ സഹായിയായ കണ്ണൂർ സ്വദേശി മുൻ നേവി ഉദ്യോഗസ്ഥനായ മുരളിയോട് പറഞ്ഞത്. തുടർന്നാണ് ടീം ക്യാപ്റ്റൻ മയൂർ മിശ്രയുടെ നേതൃത്വത്തിൽ 8 അംഗ ടീം ഏച്ചൂർ വിശ്വഭാരതി കളരി സന്ദർശനം നടത്തിയത്. ഇവിടുത്തെ കളരി കണ്ടപ്പോൾ കളരിയുടെ മുന്നിൽ കരാട്ടെ ഒന്നുമല്ലെന്നും വളരെ അപകടജടിലമാണ് കളരി എന്ന് മനസ്സിലാക്കിയതായും കരാട്ടയുടെ ഉത്ഭവം കളരിയിൽ നിന്നാണെന്നും ക്യാപ്റ്റൻ മയൂർ മിശ്ര പറഞ്ഞു. I want to thank Gurukul for giving us the opportunity of coming here. We are all Kyokushin martial artists, and Kyokushin is supposed to be the most dangerous martial arts in the world. But after seeing Kalari, which is the birth of martial arts in the world, I changed my opinion. I think Kalari is the most dangerous, and what the children have shown, I don't think we are half as good as that. I think we have a lot to learn even junior most student over here. I would like to bow in front of Gurukul on behalf of all my brothers and sisters over here, and on behalf of the whole karate community, because ആദ്യമായാണ് കേരളത്തിൽ വരുന്നതെന്നും ഇവിടുത്തെ പ്രകൃതി ഭംഗി ഏറെ മനോഹരമാണെന്നും ഇനിയും സന്ദർശനം നടത്തുമെന്നും കളരിയെ കൂടുതൽ അടുത്തറിയാൻ ശ്രമിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ടീം അംഗങ്ങൾക്ക് കാണുന്നതിന് വേണ്ടി സജീവൻ ഗുരുക്കൾ പ്രത്യേകമായി കളരി ഏർപ്പെടുത്തിയിരുന്നു. വിശ്വഭാരത് കളരിയെപ്പറ്റി മനസ്സിലാക്കുകയും അടുത്തറിയുന്നതിന് വേണ്ടി എത്തിയ ഡെറാഡൂൺ സ്വദേശികളുടെ സന്ദർശനം ഏറെ ഹൃദ്യമായിരുന്നു എന്ന് സജീവൻ ഗുരുക്കൾ പറഞ്ഞു. നമുക്ക് വളരെ സന്തോഷമുണ്ട്. എന്നും ഇതുപോലെ തന്നെ ടീം വരട്ടെ, കളരിയെ പറ്റി എല്ലാവരും അറിയട്ടെ. നല്ല ഓക്കെ, വളരെ സന്തോഷം. സ്വർണം വെള്ളി നിരക്കുകൾ. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അല്ലറയ്ക്കൽ മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. സ്വർണം ഗ്രാമിന് 8,945, പവന് 71,560 രൂപ, വെള്ളി 110 രൂപ. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, ചാല, കണ്ണൂർ. കണ്ണൂർ യൂണിവേഴ്സിറ്റി ചോദ്യപേപ്പർ ചോർച്ച പ്രതിഷേധവുമായി വിദ്യാർത്ഥി സംഘടനകൾ. KSU MSF മാർച്ചിൽ സംഘർഷം, ഉന്തും തള്ളും, നേതാക്കൾ അറസ്റ്റ്. വിപണി കീഴടക്കാൻ മയ്യിൽ ഗാബ റൈസ് പ്രോഡക്ട്സ്. ഏപ്രിൽ 22-ന് പ്രോഡക്റ്റ് ലോഞ്ച് നടക്കും. ജീവിതശൈലി രോഗങ്ങൾ തടയാൻ ഉത്തമമെന്ന് അധികൃതർ. ഇടനിലക്കാരില്ലാത്തതിനാൽ കുറഞ്ഞ വിലയ്ക്ക് ഉപഭോക്താക്കൾക്ക് ലഭ്യം. കണ്ണൂർ യൂണിവേഴ്സിറ്റിക്ക് രൂക്ഷ വിമർശനം. ചോദ്യപേപ്പർ ചോരുമെന്ന് വർഷങ്ങൾക്ക് മുമ്പേ പറഞ്ഞതായി കൗൺസിൽ അംഗം. അന്ന് പുച്ഛത്തോടെ തള്ളിയതായി ഷിനോ P. ജോസ്. വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.